നമുക്ക് അഭിഭാഷകൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അഭിഭാഷകനോട് നമുക്ക് ചോദിക്കുന്നതാണ്. സാർ, ഇതിനകത്ത് ഇനിയിപ്പോൾ തുടർന്നുള്ള എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്? ഇതിൽ പോലീസിൻ്റെ നമ്മൾ നടപടി എടുക്കാൻ ഇപ്പോൾ പോലീസ് നടത്തിയത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ലേ, അതിന് നമ്മൾ ആക്ഷൻ എടുക്കുക. ഒരു പോലീസ് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്. വൈഫിനെ അവർ ഉന്തിയിടുകയെല്ലാം ചെയ്തല്ലോ. വിൽ സി. ഇത് സാധാരണ ഇതിലൊരു അസാധാരണമായിട്ട് ടോട്ടലി അൺനോൺ ടു ദ ലോ. ഇതുവരെ നിയമത്തിന് അറിയാത്ത പോലെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ളത്. പറയുന്ന പ്രതിയെ കോടതി കൃത്യമായ രീതിയിൽ ഈ പറയുന്ന പോലീസ് ഓഫീസറെ വിളിച്ചല്ലോ, ഓഫീസറെ വിളിച്ചു, അദ്ദേഹത്തോട് ധരിപ്പിച്ചു നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണ്. കേസ് അന്വേഷിച്ച സുധീർ കല്ലാന വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ ധരിപ്പിച്ചു നിങ്ങൾക്ക് ഇനി പ്രതിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കോർട്ടിൽ ആപ്ലിക്കേഷൻ കൊടുക്കണോ. പുള്ളിക്ക് അതൊക്കെ മനസ്സിലായി, എന്നിട്ടാണ് പുള്ളി ഇവിടുന്ന് പിടിച്ചുകൊണ്ടത്. ഓക്കെ, മേൽക്കോടതികളൊക്കെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വിൽ ഡു. എന്തായാലും കോടതി ഇലക്ഷൻ നടപടികളിലേക്ക് ഉൾപ്പെടെ ഈ പ്രതിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള അഭിഭാഷകർ കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ഇവരുടെ കുടുംബാംഗങ്ങളോട് ഇപ്പോൾ അഭിഭാഷകർക്ക് സംസാരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ ഉണ്ടായിരുന്ന അവരോടൊപ്പം നിൽക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന രീതിയിൽ മാഡം ജസ്റ്റ് 1 minute. വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താണ് സംഭവിച്ചത് സർ? ഇവിടെ കോർട്ടിൽ നിന്ന് 2-3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് റിലീസായതായിരുന്നു. റിലീസായി അപ്പം മീഡിയ ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിന് തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ സിസ്റ്ററും കൂടി മെല്ലനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാറിന് നമ്മൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു, കാറിലിരുത്താൻ വേണ്ടി. നടന്ന് ഇവിടെ വരെ പുറത്ത് വരെ വരാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ തന്നെ കോടതിൻ്റെ ഉള്ള ആ ടേണിങ് കഴിഞ്ഞ അപ്പാട് എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെ ആരോ തട്ടി മാറ്റി പിടിച്ച് വലിച്ചു ഇവരെ. അപ്പം നോക്കുമ്പോൾ DYSP ആയിരുന്നു. എനിക്ക് പേരറിയില്ല, DYSP ആണെന്ന് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്ത് എൻ്റെ കൈയും തട്ടി മാറ്റി ഞങ്ങൾ റീ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സർ തീരെ നടക്കാൻ പറ്റുന്നില്ല, കോടതി ഇപ്പോൾ വിട്ടതല്ലേ, അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി പിടിച്ച് വലിച്ച് കാറിലിരുന്ന് 2-3 പോലീസും കാറിലിരുന്ന് കൊണ്ടുപോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 2 ലേഡീസ് മാത്രമായിരുന്നു, ആണുങ്ങളൊക്കെ ബാക്കോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കൊണ്ടുപോയി. അതും കണ്ണൂർ ഭാഗത്തേക്കല്ല പോയത്, നോക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആകെ വെറീഡായി. എന്നിട്ടാണ് പിന്നാലെ വന്ന് നിങ്ങളെ വിളിച്ചത്. എന്താ പറ്റുന്നേ ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. എന്താ കുടുംബം ഇപ്പോൾ പറയുന്നതാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ റാമിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ സംസാരിച്ചത്. അവർ ഈ കോടതി നടപടികൾ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതിനിടയിലാണ് പോലീസിന്റെ സംഘം ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എവിടെയാണുള്ളതെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? ഡോക്ടർ, നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ കുടുംബം പറയുന്നത് വിശ്വാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പക്ഷേ ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുപോയത് അല്ലെങ്കിൽ ഏത് ഓഫീസിലേക്കാണ് മാറ്റിയത് എന്ന കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ളവരും അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകരും ഒക്കെ പറയുന്നത് തീർത്തും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് കോടതിയിൽ നടന്നിരിക്കുന്നത്. കാരണം കോടതിയുടെ നിർദ്ദേശപ്രകാരം വിട്ടയച്ച ഒരു പ്രതിയെ കോടതിയുടെ പ്രിമൈസിൽ നിന്ന് തൊട്ട് പുറത്തേക്ക് കടന്ന ഉടനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുക്കുക, ആ പോലീസിനെതിരെ പ്രതിഭാഗം കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുമായി കോടതിയിൽ പോവുക എന്ന അസാധാരണമായ സാഹചര്യമാണ് ഏറെ വിവാദങ്ങളുണ്ടാക്കിയ, ഏറെ കോളിളക്കമുണ്ടാക്കിയ അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദിയെ ഏകപ്രതി ഡോക്ടർ റാമിനെ 100ാമത്തെ ദിവസം കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുമ്പോഴേക്കും കോടതി അപ്പോൾ തന്നെ വിടുകയാണ്. കാരണം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത്. ഉടൻ തന്നെ വീണ്ടും റീ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ റാമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അത്യന്തം നാടകീയ രംഗങ്ങളാണ് നടക്കുന്നത്. പോലീസിന് വലിയ വീഴ്ചയാണ് ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാൺ റിപ്പോർട്ട് ചെയ്യുന്നത്.